പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 വൃശ്ചിക മാസം 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ 29-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. വർഷം വൃശ്ചിക മാസം 29 ദിവസം മാത്രമേ കാണുന്നുള്ളൂ. മറിച്ച് തുലാം ധനു ഒക്കെ തന്നെ 30 ദിനങ്ങളാണ്. വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. സാധാരണ ചെറിയ രാശികൾ മകരം, കുംഭം, മീനം, ഈ രാശികളെല്ലാം തന്നെ 28, 29, 30 ദിനങ്ങൾ ആയി കാണാം. വൃശ്ചിക രാശി സാധാരണ വലിയ രാശിയാണ്. പക്ഷേ ഈ വർഷം വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. ധാരാളം സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല, മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു. മിഥുനത്തിൽ വ്യാഴം, പിന്നീട് ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല, വൃശ്ചികൻ രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ധനുരാശിയിൽ ചൊവ്വ മാറിക്കഴിഞ്ഞു, ധനുരാശിയിൽ ശക്തനായി, കുംഭത്തിൽ രാഹു, മീനത്തിൽ മാന്തി. ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത്. പുനരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ശനിയുണ്ട്, 4-ാം ഭാവത്തിൽ വ്യാഴം, 5-ൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ കേതു, 9-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, 10-ാം ഭാവത്തിൽ ചൊവ്വ, 12-ാം ഭാവത്തിൽ രാഹു. മീനൻ രാശിക്കാർക്ക് 10-ൽ നിൽക്കുന്ന ചൊവ്വ കർമ്മമേഖലയിൽ അങ്ങേയറ്റം ഉത്സാഹം പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെടുന്ന സാമ്പത്തിക വിഷയങ്ങൾ, ബാങ്കിങ് സെക്ടർ, മ്യൂച്വൽ ഫണ്ട്സ്, ഇതിലൂടെ സമൃദ്ധമായൊരവസ്ഥ വരാം. പലപ്പോഴും ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെടുന്ന സാമ്പത്തികമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വ്യാപരിക്കുന്നവർക്ക്, ഗ്യാംബ്ലേഴ്സിനൊക്കെ നല്ലതാണ്. ലോട്ടറിയിലൊക്കെ കിട്ടാൻ ഈ വാരം വളരെ അനുകൂലമാണ്. ഭൂമി ലാഭമുണ്ടാകും. ഭൂമിപരമായ വിഷയത്തിലൊക്കെ വിവാദങ്ങളിൽ ചെന്ന് പെട്ട് മധ്യസ്ഥത വഹിച്ച് കാശുണ്ടാക്കും. പലപ്പോഴും രാഷ്ട്രീയക്കാർക്ക് തങ്ങളെ ശക്തി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ 10-ലെ ചൊവ്വ വളരെ ഉപകാരപ്രദപ്പെടും എന്നറിയുക. ചില തീർത്ഥസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും. പക്ഷെ അതൊക്കെ മനസ്സിന് ഇഷ്ടപ്പെട്ട് വേണമെന്ന് മാത്രം, അല്ലെങ്കിൽ പരിഹാസ്യനാവും സമൂഹത്തിൽ. ഏതായാലും കാശിൻ്റെ വിഷയത്തിലൊക്കെ വളരെ അനുകൂലമാണ്. ശാരീരികമായി ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. നെഞ്ചത്ത് കഫം വന്നും അത് ന്യൂമോണിയയായി മാറാതെ നോക്കുക. അച്ഛൻ്റെ ആരോഗ്യ വിഷയത്തിലേക്ക് കൂടുതൽ ജാഗ്രത പാലിക്കുക. നന്ദി, നമസ്തേ.